ഹലോ, എപ്പോഴും ഫ്ലവേഴ്സ് ഇടുന്ന പ്ലാന്റ്സാണ് നിങ്ങൾ ഗാർഡനിൽ വെക്കാൻ വേണ്ടി അന്വേഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു ബെസ്റ്റ് പ്ലാന്റാണ് കേട്ടോ ഇക്സോറ അല്ലെങ്കിൽ തെച്ചി. നമ്മൾ പ്രൂൺ ചെയ്ത് ട്രിം ചെയ്ത് നിർത്തുന്ന സമയത്ത് അല്ലാത്ത എല്ലാ സമയത്തും ഇതിൽ ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിയിട്ട് നട്ടു കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണിത്. അപ്പം ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഗാർഡനിങ് ടിപ്സിനായിട്ട് ഒന്ന് ഫോളോ ചെയ്യാം. ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ആദ്യം തന്നെ വാട്ടറിങ്ങിൻ്റെ കാര്യം പറയാം. വെള്ളം നമ്മൾ അങ്ങനെ ഓവറായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. മണ്ണ് ഡ്രൈ ആയിട്ട് വരുന്ന സമയത്ത് മാത്രം ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇടയ്ക്കൊക്കെ ഈ ചാണകത്തിൻ്റെ സ്ലറി അതുപോലുള്ള എന്തെങ്കിലും ജൈവവളങ്ങൾ കൊടുത്താൽ ഒന്നും കൂടി പൂക്കൾ ഉണ്ടാവാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നോർമൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിന് പകരം അങ്ങനെ ആഴ്ചയിൽ ഒരു തവണയൊക്കെ ഒഴിച്ചു കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ. അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ ഇതിൽ ഫ്ലവേഴ്സ് ഉണ്ടാവും. എന്നാൽ ഇങ്ങനെ ചെയ്താൽ ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും. ഇനി ചാണകം എല്ലാവർക്കും കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ കഞ്ഞിവെള്ളം ഉണ്ടാവുമല്ലോ വീട്ടിൽ, അത് ഒന്ന് പുളിപ്പിക്കണം. എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം കൂടി ആക്കിയിട്ട് നന്നായിട്ട് നേർപ്പിച്ചതിന് ശേഷം അത് ഇതേപോലെ അങ്ങനെ ഒന്ന് ചെടീൻ്റെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ചെടികളിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താലും നല്ല പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. സൂര്യപ്രകാശം എത്രത്തോളം വേണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4 അല്ലെങ്കിൽ 5-6 മണിക്കൂർ കിട്ടുന്ന സ്ഥലമാണെങ്കിൽ അത്രയും നല്ലത്. എന്നാൽ നമുക്ക് കുറച്ച് തണലുള്ള ഏരിയ ആണെന്നുണ്ടെങ്കിലും അവിടെയും ഈ ചെടി വളരും, നന്നായിട്ട് പൂവിടും ചെയ്യും. ഞാൻ എൻ്റെ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. ആ ഒരു പ്ലാന്റ് നിൽക്കുന്നത് അധികം വെയിലില്ലാത്ത ഏരിയയിലാണ്, പക്ഷേ എന്നാലും അതിൽ നിറയെ പൂക്കൾ വരുന്നുണ്ട് കേട്ടോ. സാധാ മണലില്ലേ, ആ മണലിൽ ഇതിൻ്റെ ഒരു കൊമ്പ് കുത്തി വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്താൽ നല്ല പെട്ടെന്ന് തന്നെ ഇതിൽ വേരുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ നോർമലി ഈ തെച്ചിൻ്റെ ചുവട്ടിൽ തന്നെ ഉണ്ടാവും കേട്ടോ. അതിൻ്റെ വിത്ത് ചാടിയിട്ട് തൈകൾ മുളച്ചിട്ടുണ്ടാവും. അതെടുത്തിട്ട് നമുക്ക് ചട്ടിയിലോ അല്ലെങ്കിൽ നിലത്തൊക്കെ കുഴിച്ചിടാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷനും വളരെ ഈസിയാണ്. പിന്നെ ഈ ഒരു ചെറിയ കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നിറയെ പൂക്കൾ ഉണ്ടാക്കാൻ പറ്റും. അതായത് നമ്മുടെ പൂക്കളൊക്കെ ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം അതൊന്ന് നന്നായിട്ട് കട്ട് ചെയ്ത് മാറ്റണം. അങ്ങനെ നമ്മൾ പുതിയ പുതിയ തളിർപ്പുകൾ ഉണ്ടായിട്ട് അവിടെയും നിറയെ മുട്ടുകൾ വന്നിട്ട് നമുക്ക് നിറയെ പൂക്കൾ ഉണ്ടാവും. പൂമ്പാറ്റകളൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ ഈ ചെടിക്ക് നല്ല കഴിവുണ്ട് കേട്ടോ. കാരണം ഇതിൽ നല്ല തേനുണ്ട്. നമുക്ക് തന്നെ എടുത്തിട്ട് കുടിച്ച് നോക്കിയാൽ നല്ല മധുരമുള്ള തേനാണ്. അപ്പോൾ ഡെയിലി എൻ്റെ ഗാർഡനിൽ ഇപ്പോൾ പൂമ്പാറ്റകളൊക്കെ വരലുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ് അല്ലേ. അപ്പം ഇനി ആരും തെച്ചി കാണുമ്പോൾ അതിൻ്റെ ഒരു കൊമ്പ് വാങ്ങാൻ വേണ്ടി മറക്കണ്ട. ഞാൻ പൊതുവെ അങ്ങനെ പുറത്തുനിന്ന് ചെടികൾ വാങ്ങിക്കാറില്ല. അതായത് നഴ്സറിയിലൊന്നും പോയിട്ട് അങ്ങനെ വാങ്ങിക്കാറില്ല. പിന്നെ ഏതെങ്കിലും വീട്ടിൽ നിന്നൊക്കെ കാണുമ്പോൾ അവർ അല്ലെങ്കിൽ നമുക്ക് തരും. അവർ കട്ട് ചെയ്ത് മാറ്റുന്ന സമയത്ത് നമുക്കൊരു കൊമ്പൊക്കെ തരും. അങ്ങനെ കൊണ്ടുവന്ന് ഉണ്ടാക്കുന്ന ചെടികളാണ് എൻ്റെ ഗാർഡനിൽ കൂടുതലുള്ളത്. ഇതെൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നിട്ട് അങ്ങനെ എനിക്ക് അളയാൾക്ക് കൊണ്ടുവന്നതായിരുന്നു ഈ ചെടി. അത് മാഷാ അല്ലാഹ് അപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ വീട്ടിലുണ്ട്. ഇതേപോലെ കുറേ പൂമ്പാറ്റകൾ വരലുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ ചോദിക്കണേ. അപ്പോൾ ഓക്കെ, ബൈ.